ഈ NSS അപ്പോൾ ചിന്തിക്കുമ്പോൾ NSS ഹിന്ദു സംഘടനകളെ മാറ്റി നിർത്തുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. NSS ഇപ്പോഴില്ല, കുറേ കാലമായിട്ട് NSS പൊളിറ്റിക്സിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, NSSന് ഒരു മെഡിക്കൽ കോളേജുണ്ടോ? ഇല്ല. പണ്ട് മന്നത്തിൻ്റെ കാലത്തും അതിനുശേഷം കളത്തിൽ വേദാനന്ദ നായർ മക്കപ്പുഴവാസമുള്ള കാലത്ത് കുറച്ച് സ്കൂളും കോളേജും ഒക്കെ ഉണ്ടായതല്ലാതെ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാൻ NSSനില്ല. അത് ഞാനൊരു കുറ്റമായിട്ട് പറയില്ല. NSSൻ്റെ കോൺസെൻട്രേഷൻ പൊളിറ്റിക്സിൽ കൂടുതലായി, സൊസൈറ്റിയിൽ കുറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കരുതെന്നല്ല. മന്നത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. മന്നം, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, ആ സാമൂഹ്യ പ്രവർത്തനത്തിന് ആവശ്യമായ രാഷ്ട്രീയ ഇടപെടൽ ഞാൻ നടത്തും, അതിനപ്പുറത്തേക്ക് ഞാൻ പോവില്ല. ആ ഇടപെടൽ കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് സാമൂഹ്യ പ്രവർത്തനത്തിന് വരും. അതുകൊണ്ടാണ് മന്നത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ആരും അടയാളപ്പെടുത്താറില്ല. കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ് തയ്യാറാക്കി നോക്കി, മന്നത്തിൻ്റെ പേര് അതിൽ വരില്ല. ബട്ട് കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകരുടെ പേരെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യം തന്നെ മന്നത്തിൻ്റെ പേര് വരും. ഇതായിരുന്നു മന്നം അഡോപ്റ്റ് ചെയ്തത്. കാരണം രാഷ്ട്രീയം ആവശ്യമാണ്. രാഷ്ട്രീയം ഒരു ഏരിയയാണ്, അത് അൺഅറ്റൻഡായിട്ട് പോകാൻ പാടില്ല. ആവശ്യമുള്ളപ്പോൾ അതിലിടപെടുക, ആവശ്യം കഴിഞ്ഞാൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുക. വെറുതെ അവിടെ കിടന്ന് കച്ചറ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യാൻ പോയതുകൊണ്ടാണ് NSSന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു, NDP, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. പൂട്ടിക്കെട്ടേണ്ടി വന്നു. SNDPയും അത് നോക്കി. അവർ SRP എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടാക്കി, ദ സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടി ഓഫ് സംതിങ്. ഗുണം പിടിച്ചില്ല. ഈ രണ്ട് പേര്, SNDP ആണെങ്കിലും NSS ആണെങ്കിലും, ആവശ്യത്തിന് രാഷ്ട്രീയത്തിൽ ഒന്ന് ഇടപെടുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം അതിൻ്റെ നിറ്റിഗ്രിറ്റിയിലേക്ക് പോവുകയും ഡേ ടു ഡേ അഫയേഴ്സിൽ പോവുക, അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അസ്തിത്വം, നിങ്ങളുടെ മെയിൻ ജോലി അതിൽ വീഴ്ച വരും. ഇത് NSSന് സംഭവിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ SNDPക്കും സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. NSS നേതൃത്വം അത് ശ്രദ്ധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. രമേശ് ചെന്നിത്തല വന്നിട്ട് NSSനെ പ്രത്യേകിച്ച് രക്ഷിക്കാനൊന്നുമില്ല. രമേശ് ചെന്നിത്തലയുടെ സ്വയരക്ഷയ്ക്കായിട്ടാണ് ചെന്നിത്തല വന്നത് എന്ന് NSSന് നന്നായിട്ട് തിരിച്ചറിയാം. ഈ പറഞ്ഞ സുകുമാരൻ നായർ സാറിന് തന്നെ അറിയാം എന്തിനാണ് ഞാൻ ഇവനെ ക്ഷണിക്കുന്നതും എന്തിനാണ് അവൻ വരുന്നതും ഒക്കെ കാരണവർക്കറിയാം. ബട്ട് ഞാൻ പറയുന്നത്, കാരണവരുടെ ഈ ഇടപെടൽ ഇത്രയും ആകുമ്പോൾ മറ്റൊരു വശത്ത് ശ്രദ്ധ കുറയുന്നു. ഇപ്പോൾ സാമൂഹ്യ വിഷയങ്ങളിൽ ശ്രദ്ധ കുറയുന്നു. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തെരഞ്ഞെടുപ്പ് അത് ശരിയല്ല, ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് എൻ്റെ കേസ് കേരള ഹൈക്കോടതിയിൽ. നോമിനേറ്റഡ് ആൾക്കാരാണല്ലോ, 3 പേരാണ് ദേവസ്വം ബോർഡ്. ഈ 3-ൽ 2 പേര് നോമിനേഷനാണ്. ഒരാൾ ഹിന്ദു MLA തിരഞ്ഞെടുക്കുന്ന ആളാണ്. എന്തു വാങ്ങിക്കോട്ടെ, ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താ? കോടിക്കണക്കിന് രൂപയും ലക്ഷക്കണക്കിന് ഏക്കർ വസ്തുവും ഇത്രയധികം സമ്പത്തും ഒക്കെയുള്ള ക്ഷേത്രങ്ങളിലെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ആളിന് എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ വയ്ക്കണ്ടേ? എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വയ്ക്കണ്ടേ? ഇല്ല. 25-35 വയസ്സ് കഴിയണം. പിന്നെ ക്രിമിനൽ കേസ് ഉണ്ടാവരുത്, ഭ്രാന്തനായിരിക്കരുത്. ഇതാണ്. അങ്ങനെയുള്ള ഏത് പൊട്ടനും ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് കയറിയിരിക്കാം. അന്ന് കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഡ്വക്കേറ്റ് ജനറലിനോട് ചോദിച്ചു, നല്ല ഒരു മനുഷ്യൻ, ഹൈലി നോളജബിൾ, കേപ്പബിൾ ആയിട്ടുള്ള ഇയാളെ എനിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആക്കണം, ഞാൻ എന്ത് ചെയ്യണം വക്കീലെ? അല്ലാതെ സർക്കാർ നോക്കി വേണ്ടത് ചെയ്തോളും. ഇപ്പോൾ ജസ്റ്റിസ് KN രാമചന്ദ്രൻ ഇത് തന്നെ, KN രാമചന്ദ്രനില്ല, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ പിന്നാലെ തലച്ചൊറിഞ്ഞ് നടക്കണം അല്ലേ? ഇദ്ദേഹം പറഞ്ഞു, അല്ല, അത് ഗവൺമെൻറ് വേണ്ട രീതിയിൽ ചെയ്തോളും. ദിസ് ഈസ് മൈ പോയിൻറ്റ്. ഇത് സുതാര്യമല്ല. നിങ്ങളെങ്ങനെ ഈ അപ്പോയിൻമെൻറ്റ് നടത്തുന്നു, എങ്ങനെ നിങ്ങൾ ആളിനെ നോമിനേറ്റ് ചെയ്യും? നോമിനേഷൻ എന്ന് പറഞ്ഞാൽ തോന്നിയ അവസ്ഥ അർത്ഥമില്ല. അതിനൊരു മാനദണ്ഡം ഉണ്ടാവണം.
അങ്ങനെയുള്ള ആളിനെ വേണം നോമിനേറ്റ് ചെയ്യാൻ. അങ്ങനെ ഒരു മാനദണ്ഡമില്ല. നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഏരിയ സെക്രട്ടറി ആ പഴയ വക്കീലാണ് പുള്ളി, ശരി. വക്കീലന്മാർ ഡൈമേ ഡസൻ ഉണ്ട് നാട്ടിൽ, ഞാനും വക്കീലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പിടിച്ചിട്ട് വയ്ക്കുക, ഇത് ശരിയല്ല. കേസ് ഞാൻ തോറ്റുവെന്ന് വെച്ചാൽ ഹൈക്കോടതി പറഞ്ഞു ഇങ്ങനൊരു ഡയറക്ഷൻ ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റില്ല, അതിന് നിയമ തടസ്സമുണ്ട്. യുവർ പോയിൻ്റ് ഈസ് റൈറ്റ്, ബട്ട് ഞങ്ങൾക്ക് ഡയറക്ഷൻ കൊടുക്കാൻ നിർവാഹമില്ല. ഇപ്പം ഞാൻ സുപ്രീം കോടതിയിൽ പോയി, അത് പെൻഡിങ് ആണ്, ലിസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ സുപ്രീം കോടതിയിൽ എൻ്റെ ജോലി എളുപ്പമായി. മെരിറ്റ് ഹൈക്കോടതി നോക്കിയിട്ടുണ്ട്, ഹൈക്കോടതിക്ക് അധികാരമില്ല എന്ന് പറയുന്നു, അധികാരം സുപ്രീം കോടതിക്കുണ്ട്, അതുകൊണ്ട് ഇതങ്ങ് പാസ്സാക്കണം. ഇതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. ബട്ട് ഇതിൽ ഞാൻ NSSനെയും SNDPയെയും KPMSനെയും റെസ്പോണ്ടൻ്റ് ആക്കിയിരുന്നു. അവരുടെ അഭിപ്രായം അറിയണമല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഒരു പൊതു ഹിന്ദു ഇഷ്യൂ ആണ് ഞാൻ പൊതു താല്പര്യ ഹർജിയായിട്ട് റേസ് ചെയ്യുന്നത്. NSS കൗണ്ടർ ഫയൽ ചെയ്തില്ല, SNDPയും ഫയൽ ചെയ്തില്ല. സുപ്രീം കോടതിയിൽ ഞാൻ അപ്പീൽ പോയി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി എനിക്ക് ഈ ദസ്തി ഡെലിവറി എന്ന് പറഞ്ഞിട്ട് നിർദ്ദേശമുണ്ട് ജഡ്ജിമാരുടെ. അതായത് ഈ പെറ്റീഷൻ്റെ കോപ്പി ഇതിൽ നിങ്ങൾ റെസ്പോണ്ടൻ്റ് ആക്കി വെച്ച ആളിനെ നേരിട്ട് നിങ്ങൾ കണ്ട് നിങ്ങൾ ഒപ്പ് വാങ്ങിച്ച് റെസീറ്റ് വാങ്ങിച്ച് സുപ്രീം കോടതി രജിസ്ട്രിയിൽ കൊടുക്കണം. അതാണ് ദസ്തി ഡെലിവറി. ടു എൻഷുവർ ദാറ്റ് ഇറ്റ് റീച്ചസ് ദ പ്രോപ്പർ പാർട്ടി. അത് പിന്നെ പോസ്റ്റിൽ അയച്ചു, ഞാൻ കണ്ടില്ല, ആഫീസിൽ വന്നു, എവിടെ പോയി എന്നറിയില്ല, ഇങ്ങനെയൊക്കെയുള്ള എക്സ്ക്യൂസ് വരാതിരിക്കാൻ ഞാനത് ചെയ്തു. NSS ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി സുകുമാരൻ നായർ സാറിനെ നേരിട്ട് കണ്ടിട്ട് ഈ ഹർജി അദ്ദേഹം ഒപ്പിട്ടു, റിസീവ്ഡ് എന്ന് പറഞ്ഞ് ഒപ്പിട്ടു, സീലും ഒക്കെ വെച്ചു, എനിക്ക് ചായയൊക്കെ തന്നു, ഒക്കെ ചെയ്തു. SNDP ഹെഡ്ക്വാർട്ടേഴ്സിൽ ഞാൻ പോയി, കൊല്ലത്ത്. അന്ന് നടേശൻ മുതലാളി ഇല്ല അവിടെ, ബട്ട് ഉത്തരവാദപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അവർ ഒപ്പിട്ടു, എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഉച്ചനേരമായിരുന്നു, ഭക്ഷണം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. സീലും ഒക്കെ വെച്ചു, കാര്യമൊക്കെ ശരി. പക്ഷേ രണ്ട് കൂട്ടരും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അവരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം ഒരു സത്യവാങ്മൂലമായിട്ട് കൊടുക്കണ്ടേ? അതല്ല ഇപ്പം നിലനിൽക്കുന്ന സമ്പ്രദായം മതിയെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കണ്ടേ? കൊടുത്തില്ല. ഹൈക്കോടതിയിൽ തന്നില്ല, സുപ്രീം കോടതിയിൽ ഇതുവരെ കൊടുത്തില്ല, ഇനി കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല. ഇത് സംഭവിക്കുന്നത് രണ്ടുപേരുടെയും, ഞാൻ നടേശൻ മുതലാളിയും കുറ്റം പറയില്ല, സുകുമാരൻ സാറിനെയും കുറ്റം പറയില്ല, കാരണം അവർ 110 ജോലികളുള്ളതാണ്. ബട്ട് ഈ പ്രിയോറിറ്റി വല്ലപ്പോഴുമെങ്കിലും ഇതും പ്രിയോറിറ്റിയിൽ വരണമല്ലോ. അതാ കോടതിയിൽ കൊടുക്കാനുള്ള ക്ലാസ് കൊടുത്തില്ലല്ലോ. കൊടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് അതിൽ കുറ്റമൊന്നുമില്ല കേട്ടോ, അവർക്ക് കൊടുക്കാതെയും ഇരിക്കാം. അതാണ് അവരുടെ മനസ്സിലെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കൊരു അഭിപ്രായം ഉണ്ടാകും ഇക്കാര്യത്തിൽ, പക്ഷേ അത് സ്വരൂപിച്ച് കോടതിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല. അത് സംഭവിക്കുന്നത് ഒരു കാരണം ഇതുകൊണ്ടാണ്, ഈ രാഷ്ട്രീയ ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ കരുതൽ, എൻ്റെ അസസ്മെൻറ്റ് തെറ്റാണ് എന്നും വരാം. എനിക്ക് ഈ രണ്ടുപേരോടും നിസ്സീമമായ ബഹുമാനമുണ്ട്. ഞാൻ ഇപ്പോൾ കൊച്ചിക്കാരനാണെങ്കിലും പണ്ട് ചേർത്തലക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് നടേശൻ മുതലാളി എന്ന് വിളിക്കുന്നത്. കാരണം അവിടെ ഞങ്ങളൊക്കെ സാധാരണ വിളിക്കുന്നത് നടേശൻ മുതലാളി എന്നാണ്. സുകുമാരൻ നായർ സാറിനെ ഞാൻ കണ്ടപ്പോഴും വലിയ കാര്യമായിട്ട് വലിയ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നോട് പെരുമാറി ഒക്കെ ചെയ്തു. പക്ഷേ ഇത് ഈ ഏരിയ ശ്രദ്ധിക്കാൻ പറ്റാത്തത് പ്രിയോറിറ്റി മറ്റേതായിട്ട് മാറുന്നു. അത്രയധികം ഒരു രാഷ്ട്രീയ പ്രിയോറിറ്റി ആവശ്യമാണോ NSSനും SNDPക്കും? ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ദെൻ ഐ വിൽ നോട്ട് ക്വസ്റ്റ്യൻ ദെയർ വിസ്ഡം. ഈ രണ്ട് പേരുടെയും വലിയ സംഘടനയുടെ വലിയ സ്ഥാനത്തിരിക്കുന്ന രണ്ടുപേരാണ്. അവരെ നമ്മളുടെ ഒരു കാഴ്ചപ്പാടിനെടുത്തിട്ട് ഇവർക്കൊന്നും വിവരമില്ല അങ്ങനെ പറയുന്നത് ശരിയല്ല ഒരിക്കലും. അവർക്ക് അവരുടേതായ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവാം. ഏതായാലും രണ്ട് സംഘടനകളും ഒരു പരിധിയിൽ കവിഞ്ഞ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ആ സംഘടനയ്ക്ക് ദോഷമായിട്ടേ വരുള്ളൂ.